മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാൽ മഷ്റൂം വെച്ചിട്ട് ബട്ടർ മഷ്റൂമാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചിപ്പിക്കോണാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാം ചിപ്പിക്കോൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. നമുക്കിനി ഉണ്ടാക്കാനായിട്ട് പോകാം. പട്ട, നമ്മുടെ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, 5-6 ഏലക്ക, കുറച്ച് പെരുംജീരകം, കുറച്ച് ഗ്രാമ്പു, കുരുമുളക് ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാം. നമുക്ക് അപ്പം നമ്മളുടെ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി. ഇനി നമ്മൾ ഇതിന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം. ഞാനൊരു 50 ഗ്രാം കശുവണ്ടിയും കൂടെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് കൂൺ ഇട്ട് കൊടുക്കാം. കൂണിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ആറുമ്പോഴത്തേക്കിന് നമുക്ക് അരച്ചെടുക്കാം. ഇത് ശരിയായി വരുമ്പോൾ നമുക്ക് കൂണിട്ട് കൊടുക്കാം. നന്നായിട്ട് കൂൺ ഇതിൽ കിടന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് അരച്ച് വരട്ടെ. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ കൂടെ അരയ്ക്കാനായിട്ട് നമ്മൾ 3 തക്കാളിപ്പഴം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇതിവിടെ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വഴണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ്. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കിന് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പിട്ട് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിയില ഒക്കെയാണ് ഇടേണ്ടുന്നത്. പക്ഷെ എനിക്ക് മല്ലിയില ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കുന്നത്. നമ്മുടെ നല്ല അടിപൊളി നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. നമുക്കിനി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ
കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ബട്ടർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.